അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ ദേവതകൃഷ്ണയുണ്ട്, പാക്ഷവകൃഷ്ണയുണ്ട്, യാദവകൃഷ്ണയുണ്ട്. അവരങ്ങ് കൂടിപ്പോയി. അപ്പോൾ നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കറങ്ങാൻ വേണ്ടി വന്നതാണേ. അപ്പോൾ ഇന്ന് അമ്മേൻ്റെ വീട്ടിലാണ് വന്നിട്ടില്ലേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ നല്ല മഴയാണ്ട് വെള്ളം കയറ്റിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചിട്ട് വന്നതാണ്. വാടാ ഇങ്ങോട്ട് വാ. ഇതാ യാദവകൃഷ്ണ ഈസ് അറൈവ്ഡ്. ഇതാണ് യാദവകൃഷ്ണ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, എങ്ങോട്ടാണ് എല്ലാരും കൂടെ പോകുന്നത്? കണ്ടത്തിലാ കറങ്ങാൻ ഇറങ്ങിയതാ. ഇതാ എപ്പോഴും ഉണ്ടാവുന്ന പരിപാടി. എന്തിനാണ് വെള്ളത്തേക്ക്? ആ വല്ല എന്തേലും ഒഴുകിയിരുന്നുണ്ടാവും കേട്ടാ. എല്ലാം ഉണ്ടാവും, ഫേമസ് എല്ലാം ഉണ്ടാവല്ലേ? ആ ഫുള്ള് അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ടാവും. ഇതാ ചെറുമി ബോളെടുത്തിട്ട് എങ്ങോട്ടാണ്? ഫുട്ബോൾ കളിക്കാനാ? എടാ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ, ക്യാമറയിൽ നോക്കിയിട്ട്. ആ അടുത്ത ആളെടുത്തു പാച്ചു ലൈക്ക് ചെയ്യാൻ പറ. അതുകൊണ്ട് ഫുള്ള് ഏകദേശം വെള്ളം കയറ്റി നിന്നിട്ടുള്ളേ. അപ്പോൾ ആ തോട്ടിലെല്ലാം ഫുൾ വെള്ളമായിട്ടുണ്ട്. നമുക്കിങ്ങനെ നടന്ന് കറങ്ങിയിട്ട് വരാം. ഭയങ്കര രസമാണ്. ഈരുന്നാ ഓടാ എല്ലാം. അപ്പോൾ അങ്ങനെയാണ് അവസ്ഥ. നല്ല മഴയായതുകൊണ്ട് ഇന്ന് കറണ്ട് രാവിലെ പോയിട്ടുണ്ട്. രാവിലെ തൊട്ട് ഇവിടെ കറണ്ടൊന്നുമില്ല. ഇനി വരുന്ന പ്രതീക്ഷയുണ്ട്, പക്ഷേ ഫോണിൽ ചാർജും ഇല്ല. അപ്പുറത്തെ വീട്ടിലെല്ലാം പോയി ചാർജ് ചെയ്തിട്ട് ഏകദേശം കറണ്ട് വന്നിട്ടുണ്ട്. നല്ലത്. രാത്രി ഒന്നും കറണ്ട് ഇല്ലേ പിന്നെ ഫാൻ ഇടാണ്ട് ഉറങ്ങണം. കൊതുക് ശല്യവും ഫുള്ള് അവസ്ഥയാണ്. അപ്പോൾ നമുക്കിങ്ങനെ നടന്ന് കറങ്ങിയിട്ട് വരാം. ഇത് ഫുള്ള് ഇന്നലെ പൊരിഞ്ഞാന്നാണ് പറയുന്നത്, കാറ്റത്ത്. ആ ഗുഹ പോലെ ആയിപ്പോ ഇത്. ഫുള്ള് കറണ്ടും പോയി. ഇതാ പിള്ളേർ 3 ഓടുന്നുണ്ടേ. നല്ല കാറ്റും മഴയാണ്. രാത്രി 11 മണിക്ക് പോയ കറണ്ടാന്ന് ഇനിയും വന്നില്ല. ഇതന്നെ ആയിരിക്കും പ്രശ്നമോ? ഇപ്പോൾ പൊരിഞ്ഞു വീണ്ടെല്ലാം ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും കറണ്ട് ഇല്ലാത്തത്. കവുങ്ങെല്ലാം പൊരിഞ്ഞു വീണിട്ട് ഇവിടെ എല്ലാം കുറേ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞൊന്നും കാര്യമില്ല. മഴ പെയ്യുന്ന സമയത്ത് അതങ്ങ് പെയ്യും. കുറേ സ്ഥലത്ത് വെള്ളമെല്ലാം കയറ്റിണ്ടെന്ന് പറഞ്ഞു. ഇന്ന് ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്റ്റോറി വെക്കുന്ന സമയത്ത് ആറിലത്ത് ഉരുൾപൊട്ടി എന്നെല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ വെള്ളം കയറ്റിട്ടുണ്ട് കുറേ സ്ഥലത്ത്. ഫുള്ള് വെള്ളം ഇടുക. പിള്ളേർ നമ്മളന്നൊരു ഷോർട്സ് ഇട്ടായിരുന്നു അമ്മ. അപ്പോൾ മീൻ പിടിക്കുന്ന വീഡിയോ ഇട്ടായിരുന്നേ. അപ്പോൾ ആ ചെറിയൊരു കുളമാണ് ഇത്. സോറി, കുളമല്ല, തോട് പോലെയാവും. വയലിലെ വെള്ളം. അയ്യോ, വരുന്നെല്ല് സംഭവം ആയിരിക്കും. വരുന്നെല്ലാണ് സംഭവം പറ. ഇതൊന്നിനും ഉപയോഗിക്കൂല. ഇതിന്റെ നെല്ലും നമുക്ക് കിട്ടൂല, അടിഞ്ഞു പോയി. നെല്ലാടി ഉണ്ട്, ആടെ ഉണ്ടായിട്ടുണ്ടേനും. മഴ വന്നിട്ട് കയറിയ വെള്ളാന്നേ. ഇതെല്ലാം കുറച്ച് കഴിയുമ്പോൾ പോവും. കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ. അന്നത്തെ ഷോർട്സിലും വ്ളോഗിലും ആയിട്ട് ഈ സംഭവം എല്ലാം കണ്ടതാണ്. ഇന്ന് കുറച്ചും കൂടി വെള്ളം കൂടി. ഇന്നലെ നല്ല മഴയല്ലേനോ. എന്ത് മുട്ടായി അത്? കാണിച്ചു കൊടുക്കണ മുട്ടായി കാണിച്ചു കൊടുക്ക്. മുട്ടായി കാണിച്ചു കൊടുക്ക്. എന്ത് മുട്ടായി ആണിത്? എന്നാ അത് മുഖം കാണിക്കണ. ഏടാട്ടായി കളിക്കലാന്നേ. ഇത് കിട്ടുന്നുണ്ടാ? വെച്ചേ ഇതാ വെറുതെ വയലൊന്നും ഇറങ്ങി പാമ്പുണ്ടാവേ. ഫുള്ള് വെള്ളല്ലേ.
ഇതാണ് അതിന്റെ കതിര്. ആ ഇതാണ് മറ്റേ നേരത്തെ പറഞ്ഞത്. അതിന്റെ പേരെന്നാണ്? വരിനെല്ല്. വരിനെല്ലിന്റെ കതിരട്ടാ. കുതിർന്ന് വീണിട്ടുണ്ട് അതിന്റെ ഇതെല്ലാം. ഇതാണ് വരിനെല്ലിന്റെ കതിര്. എനക്കും അറിയൊന്നുമില്ല, ഇവര് പറഞ്ഞാൽ ഇപ്പൊ ഓർമ്മയില്ലതാണ്. കണ്ടാ ഈ പച്ച അതേതാണ് അതിന്റെ പേരൊന്നും അറിയില്ല. നല്ല ഉണ്ടല്ലേ കാണാൻ നല്ല വൃത്തിയുണ്ട്. അത് കാണിച്ചു കൊടുക്കും. കാണാൻ നല്ല വൃത്തിയുണ്ട്. ഫുള്ളി ചെടിയാണ്. ഇതിന്റെ പേരൊന്നും അറിയില്ല. ഇവരോടും ചോദിച്ചിട്ട് അറിയില്ല എന്ന് പറയുന്നത്. ഇതൊന്നും സംഭവം ആർക്കും അറിയാം. അതിന്റെ പേര് പറ. ആർക്കെങ്കിലും അറിയെങ്കിൽ ഇതിന്റെ പേരൊന്ന് കമന്റ് ചെയ്യണേ. നല്ല രസമുണ്ട് കാണാൻ. ഒരു ഇളമ്പച്ചയും കുട്ടിപ്പച്ചലും ചേർന്നിന്റെ കളറാണ്. എന്നാ സാധനമോ കണ്ടിട്ട് മറ്റേ മുട്ടാമ്പളീന്റെ ചപ്പ് പോലെ ഉണ്ട്, മുട്ടാമ്പളീന്റെ ഇല പോലെ ഉണ്ട്. പക്ഷെ അതല്ല സാധനം. തോടിനടിയത്തൂലേ അവിടെ പോവാ. നടന്ന് നോക്കുന്നു നീ. എടി ഈ കുണ്ടിലൊന്നും മീനുണ്ടാവില്ല. ഗൈസ് ഇഷ്ടപ്പെട്ട കിണറുണ്ട്. അപ്പൊ നമുക്ക് ആ കിണർ നോക്കാം. ഇതാ ഏകദേശം ഈ ഒരു ഹൈറ്റ് ഉണ്ട്. ഏകദേശം ഫുള്ള് വെള്ളമായിട്ടുണ്ട്. ഇത് വയലിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുഴിച്ച കിണറാ ഒന്ന്. എല്ലാവരും ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് തോട്ട് പോവാ. തോട്ടിനവിടെ പോവാ. പണ്ട് തോട്ടിലും കുളിക്കാനുണ്ട്. ഇപ്പോൾ തോട്ട് കുളിക്കാനും ധൈര്യമില്ല. കാരണം ഫുള്ള് പാമ്പേഴ്സ് എല്ലാം ഒലിച്ചു വരുന്നതാണ്. ആരും മര്യാദയ്ക്ക് ക്ലീനൊന്നും ചെയ്യില്ല, വൃത്തിയാക്കലും ഇല്ല. എല്ലാവരും പ്ലാസ്റ്റിക്കെല്ലാം ഫുൾ വലിച്ചെറിയില്ല അല്ലേ? അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. കുളിക്കണമെന്ന് ചോദിച്ചാൽ പിറ്റേന്ന് ചൊറി പിടിച്ച് കിടക്കലേ ഉണ്ടാവുള്ളൂ. വേറൊരു സംഭവം. അതുകൊണ്ട് കുളിക്കൊന്നുമില്ല, വെറുതെ പോയി കണ്ടിട്ട് വരാം. പണ്ട് നമ്മൾ സ്കൂളില്ലാത്ത ദിവസം എല്ലാ ദിവസവും രാവിലെ തോട്ടിൽ വന്നിട്ട് കുളിക്കാൻ തുടങ്ങിയ ഒരുപാട് കുട്ടികളുണ്ടാവും. എല്ലാവരും കൂടി ഒരുമിച്ച് കുളിച്ച് ഉച്ചയായാലും കയറി പോകില്ല. പിന്നെ അച്ഛനോ അമ്മയോ വടിയെടുത്ത് വരണം, എന്നാലേ കയറി പോകും. എന്തിനി സാധനത്തിൽ വിടണ്ടേ പിള്ളേരാ? ഇവരെല്ലാം ഒലിച്ചൊന്നും പോവില്ല. അച്ചുമളൊന്നുമില്ല. പക്ഷപരാജൻ ഗോ ഗോ. നീ എവിടെ പോകുന്നു? നീ ഇങ്ങോട്ടാ. വള്ളത്തിന് മുങ്ങല്ലേ? വാടേ ചെളിയും വെള്ളമൊന്നും ഉണ്ടാകും, കുഴപ്പമൊന്നുമില്ല. അഡ്വഞ്ചറാണ് ഗൈസ്. ഇതാണ് ദേവത് കൃഷ്ണൻ. ഇതാണ് ദേവത് കൃഷ്ണൻ. കാണിച്ചേ, ദേവത് കൃഷ്ണൻ. നിന്റെ പേരെന്നാ? ഒറിജിനൽ പേരാ? ദേവുട്ടൻ. ഇവൻ കുറച്ച് പ്രശ്നക്കാരനാ എന്ന് പറ. നീ നല്ലതാന്ന് പറ. കുളിക്കാൻ പറയുമ്പോൾ അവസ്ഥ വേണ്ട. ഇതാണ് ഫുള്ള് നശിപ്പിക്കലാണ്. നശിപ്പിക്കൽ എന്നെല്ലാം പറഞ്ഞാല് ഇവിടെ പണ്ട് ആൾക്കാർ കുളിക്കുന്ന തന്നെയാണ്. കൊടുത്തു ടൈഗർ വില്ല മീനാ. ഇവര് നീന്തൽ പഠിച്ച കൊളാന്ന തോടാന്നാ പറയുന്നത്. സോറി, തോടാന്നാ പറയുന്നത്. പിന്നെ അതിനേക്കാളും വലിയ ചരിത്രം ഈ തോടിനുണ്ട്. അത് പിന്നെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ പറയുന്നില്ല. പറ. അതിനേക്കാളും വലിയ ചരിത്രമുണ്ട് ഈ തോടിന്. തോടിനല്ല ചരിത്രം. ഇവരെ ചരിത്രമാണ് തോട്ടില്. ഇവരെ ചരിത്രം അത് പിന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. കളീൻ്റെ എല്ലാം ഫുള്ള് ചെറിയ ചെറിയ മീനാണേ. നല്ല ഒഴുക്കുണ്ടേ വെള്ളത്തിന്. ഫുള്ള് ഇതാ ചുഴിയലും ഉണ്ടേ. കാണുന്നില്ലടാ. ഒരു പാട്ട് പാടി തരൂ. ഒരു പാട്ട് പാട്. അല്ല പിന്നെ പാച്ചു ഞാൻ വിളിക്കൂല. ഇപ്പൊ പാടുന്നില്ല കണ്ടാ. പാട്ട് പാട്.
താങ്ക് യു പറ, താങ്ക് യു പറ. കഴിഞ്ഞ് എല്ലാവർക്കും മനസ്സിലായിട്ട് ചിലർക്ക് മനസ്സിലാവും. ആ പാട്ട് മനസ്സിലായവരൊന്ന് പറയാ അതേതാണ് പാട്ടെന്നും കൂടി പറഞ്ഞു. ആ അത് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, മെൻഷൻ ചെയ്തില്ല. അപ്പോൾ ഓർ എത്ര ക്ലാസ് എത്തിയേ? 1ാം ക്ലാസ്സിലാ? ഇല്ല, ഓൻ LKG എത്തിയല്ലോ. അതുകൊണ്ട് ഓന് ചില വേർഡ്സ് എല്ലാം കിട്ടാൻ കുറച്ച് പണിയുണ്ട്. അതുകൊണ്ട് അവന് പറ്റുന്ന പോലെ അവൻ പാടി, അത്രേ ഉള്ളൂ. പക്ഷെ നൈസല്ലേ? അപ്പം എല്ലാവരും പാട്ടെങ്ങനെ ഉണ്ടെന്ന് കൂടെ കമൻറ്റ് ചെയ്യണേ. നീ തുച്ചിട്ടില്ല ആടുന്ന് എന്തേ? എടാ വെള്ളത്തിലൊന്നും കുളിക്കണം. സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കാൻ പറ, അത്രേ ഉള്ളൂ. അന്നെ പാത്തിയേ ഈ പാത്തി തേ തേ. ഇപ്പൊ വീണേനേട്ടാ. നടക്കുന്നില്ലേ? ഇല്ലല്ല, നടന്നോ. ഇല്ല, ഒറ്റക്ക് നടന്നോളൂ. എടുക്കൊന്നും വേണം. എന്തിനാ? എന്തൊരു സ്നേഹം. ട്രൗസർ കയറ്റിയെല്ലാം പോകുന്ന നന്നായത്. ബാക്കോട്ടിരുന്നേ വാച്ചു. ട്രൗസറെല്ലാം കയറ്റിട്ട് പോകുന്നുണ്ടേ. മീനുണ്ടാവേ, മീനെല്ലാം കടിക്കൂ. വെറുതെ കളിയാക്കുന്നല്ല, കളിയാക്കുന്നു. കഴിച്ചാല് മുഷു അനാപ്പസ്. ഈ മീനെന്നാ പറയാറിയോ? കണ്ണിക്കുറിയൻ. തലയിൽ ലൈറ്റ് കത്തിച്ച് പോകുന്ന കണ്ണിക്കുറിയൻ. നിങ്ങളുടെ നാട്ടിലെന്താ പറയാ? കൊറേ ആളെ നാട്ടിൽ എന്തെല്ലോ പേര് പറയുന്ന കേട്ടാ. തലയിൽ ലൈറ്റും കത്തിച്ചു. അപ്പുറത്ത് വെള്ളം കയറ്റിണ്ടാവാ. ഇതാന്ന് പാലം, ചെറിയ പാലം. അതിൽ ഇത്രയൊന്നും വെള്ളം ഇങ്ങനെയൊന്നും വെള്ളം കയറില്ലല്ലോ. ഫുള്ള് കയറുണ്ട്. ബാപ്പു വന്ന അവിടെ ആരുമില്ല. നമ്മളെ വണ്ടി ഇന്നലെ വണ്ടി എടുത്ത് നോക്കുന്ന സമയത്ത് ഈ സംഭവം കാണുന്നില്ല. എവിടെ പോയെന്നൊന്നും അറിയില്ല. മിഞ്ഞാന്ന് വണ്ടി എടുത്ത് പുറത്തു പോയായിരുന്നേ. രാത്രി നല്ല മഴയല്ലേ. അപ്പോൾ വീണ സമയത്തും അറിഞ്ഞില്ല. അത് പൊതുവെ പോയതാണേ. അതിൻ്റെ സൈഡ് ജസ്റ്റ് ഒന്ന് ലൂസായിരുന്നു. അപ്പോൾ പിന്നെ എവിടെയാണ് പോയെന്ന് തപ്പി നടന്നിട്ടും കാര്യമൊന്നുമില്ലല്ലോ. എവിടെയൊക്കെ എത്തി നമുക്ക് പോലും അറിയില്ല. അങ്ങനെ കാര്യം. ചളി എടാ, ഫുൾ ചളിയാടാ. അതായിരിക്കൂല. നിങ്ങളാ ശീലം. ഓ ഇതണ്ടാ പാച്ചവാ. ഇത് പാവാടയാ തോടിന്റെ. ഓ ബ്ലോക്ക് ഓൺ. വിദൂരതയിലേക്കുള്ളൊരു നടത്തം വിത്ത് ദേവൂട്ടൻ ആൻഡ് ആദൂട്ടൻ. പീസ് കാണിക്ക്, പീസ്. ഇതാ പീസ്. കിടിലം പാലോ. ഓടല മെല്ലെ പോടാ. ഈ വെള്ളത്തിൽ ഫുള്ള് വെള്ളം കയറുന്നതാണ്. പക്ഷെ ഇത് എന്ന് പറഞ്ഞാൽ ഉരുൾപൊട്ടി അങ്ങനെ ഉണ്ടാകുന്ന വെള്ളമൊന്നുമല്ലേ. പക്ഷെ മഴ പെയ്റ്റ് കയറുന്ന വെള്ളം.
ഒന്നാമത്തെ കാര്യം. അത്രയുണ്ടാ? ഇത്രയും എത്രയുണ്ടാ ശരിക്കും? അയ്യോ എന്തിനാ വീട്ടിൽ കയറുന്നേ? അവിടെ ആരുമില്ല. അല്ലാ, ഇത്രത്തോളം വെള്ളമുണ്ട്. പൂണ്ടോ കേട്ടാ, പൂണ്ടോ ഫുൾ പൂണ്ടു പോയാ വൗക്കല്ലോ ചെയ്യാം. ചെയ്യാം അപ്പുറത്ത് വീണാ എന്തിന്? ഞാനും യാദവ് കൃഷ്ണയും ദേവത കൃഷ്ണയും തമ്മിൽ ഒന്നു ചേർന്ന് നടക്കുകയാണ്. ബോട്ട് പോലെയാണ് ഇപ്പോൾ മൂന്നാൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുൾ കലങ്ങിയടാ. ഇനിയാണെ അവിടെ റോഡ് കാണൂലടാ. അവിടെയാണല്ലോ പറയുന്നത്. അടി ഇത് ഫുൾ കുണ്ടാന്ന്. ഇതാ ഒരു സ്റ്റെപ്പ്. വാവ് അവിടെ നിങ്ങൾ എന്തിനാ അങ്ങ് പോയിനി? ഡാൻസ് കളിക്കാനാ? ഓ അന്നത്തെ ഇട്ട ഡാൻസ്. ചോ ഏടാ വേണ്ട വേണ്ട പോ. തിരിച്ചു പോ, തിരിച്ചു പോ, തിരിച്ചു പോ. തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ് യാദവ് കൃഷ്ണ. അയ്യോ യാദവ് കൃഷ്ണയുടെ യാദവ് കൃഷ്ണ ദേവത കൃഷ്ണ പോയി. യാദവകൃഷ്ണനും ദേവതകൃഷ്ണനും അഭിനന്ദും ചേർന്ന് നടത്തുന്ന ഒരു സവാരി അല്ലെ സഫാരി. വെള്ളത്തിലൂടെ ബോട്ട് പോകുന്ന പോലെ പോകുന്നു. റോഡൊന്നും അറിയില്ല. സാധാ ബോട്ടല്ല, പിന്നെ എന്ത് ബോട്ടാ? ബുള്ളാറ്റ്. ഒരിക്കലും ഈ വെള്ളത്തിലല്ല. അത് പയശി മുഷു. ഇല്ലടാ, അത് പയശി മുഷു ആടാ. പയശി രാജാവെന്നല്ല, പയശി മുഷു. പയശി കഴിച്ചല്. ആ പിന്നെന്നാ കമന്റ് ചെയ്യാൻ പറ. അറിയുന്നവര് കമന്റ് ചെയ്യാൻ പറ. ശരിക്കും അങ്ങനത്തെ മീനുണ്ടോ? ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് കമന്റ് ഇടണേ. അങ്ങനെ നടന്ന് അവസാനം ഡെസ്റ്റിനേഷനിൽ റീച്ചായി ഗൈസ്. ഇതാ അവരടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കുറച്ച് സമയത്ത്. അയ്യോ കൊടുത്തു. At last we reached our destination. ശരവണ കൃഷ്ണ സാധനം. ദൂരത്ത് നോക്കൂ, നമ്മുടെ പൂക്കി അമ്മമ്മ ഡോറയോലോ. ഫുൾ ചളി അയച്ചക്കൻ്റെ കാലിന്. ഓ ചളിയിൽ ഇറങ്ങാത്ത അവന് ചോറ് ചാണകം. ഇവർക്ക് ചാണകവും തേങ്ങ ഇഷ്ടമല്ല. അവരപ്പം എടുത്ത് വീട്ടിൽ കൊണ്ടുപോകും. ചാണകം, തേങ്ങ, പിന്നെ എന്തല്ലാന്ന് മറ്റേ അടക്ക എല്ലോ. ഈ ചിരിക്കുന്ന ആളെ മോശമൊന്നല്ല. എല്ലോ ഒലിച്ചു പോകുന്ന പുഴയെന്ന് തേങ്ങ എടുക്കും. പറ ദേവിട്ട പറ. എന്താ ചോണ ആശാന്റെ കുണ്ടിക്ക് ഉറുമ്പ് കടിക്കുന്നതെന്ന് പറയുന്നത്. ഓടുന്നതെന്ന് പറയുന്നതാ. തോട്ടിലല്ല, വള്ളം കേടുക്കാം. നമ്മൾ ഈ ഇപ്പം പോന്ന വെള്ളം കയറിയ സ്ഥലത്ത് നമ്മൾ ആദ്യം പോയായിരുന്നേ. ഒരു മണ്ണിടിഞ്ഞിട്ട് കാണുന്നുണ്ട് കണ്ടോ. ഇത് മണ്ണിന്റെ വലിയ കട്ടയാ. ഒലിച്ചു വന്നാണോ? ഇതാ ഇവിടെ നിന്ന് ഇടിഞ്ഞു വീണതാണേ. പിന്നെ നല്ലോണം മീനുണ്ടാവും അല്ലേ? മീനുണ്ടാവാ? ഉണ്ടാവാ നോക്കാം. അന്ന് ഡാൻസും ഷോർട്സ് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി വന്ന സ്ഥലമാണ് ഇത്. ഇവിടെ വീണ്ടും വെള്ളം കയറി എല്ലാം സെറ്റാക്കിയിട്ട് എടുത്ത് വന്നിട്ടുണ്ട്. ഇതാ വടി എന്തിനാടാ?
പാമ്പിനെ കൊല്ല അതിനടിയുടെ പാമ്പ്. തലയില് മുടിയല്ലേ ഉള്ളൂ. പക്ഷേ ഹലോ ഗായ്സ്, ഗാന്ധി ചപ്പൂപ്പൻ ഇതാ ഓടി ഓടി വരുന്നുണ്ട്. നമുക്കത് കാണിച്ചു തരാം. കണ്ടത്തിലിറങ്ങണ്ടേ കണ്ടത്തിലിറങ്ങും. ഗാന്ധി ചപ്പൂപ്പൻ എന്താ മുട്ടയല്ലേ എടാ നീയടി ഓടുന്നേ. ഗാന്ധിജി ഓ നീ പോല. എത്ര ക്ലാസ് പഠിക്കുന്നു? 4. 4 തോറ്റോ ജയിച്ചോ? ജയിച്ചു. LSS കിട്ടുമോ? കിട്ടുമോ? നീയോ? നീയോ? ഇതിൽ ആറ്റിറ്റ്യൂഡ് ഇരുന്ന് ഇവന്റെ സ്കൂളിൽ പഠിക്കാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് യാദകൃഷ്ണ. ട്യൂഷൻ പോവാൻ മടിയാനാ? നിനക്ക് മടിയുണ്ടാ? ഞാൻ പോക്കില്ല. ഗൈസ്, വെലുമ്മി അമ്മമ്മ നടന്നു വരുന്നുണ്ട്. ചോട്ടാപ്പറക്കി വരുന്നുണ്ട്. ഇതാ ഓടി വരുന്നതാണ്. അപ്പൊ ബൈ. ലവ് പിന്നെ അമ്മേനെ കണ്ട ഉടനെ വെള്ളുമ്മേന്നാന്ന് വിളിക്കുക. ഗാന്ധിജി എന്നാടാ വെള്ളൂല. ഇനിയും കൂടുതലുണ്ട്. ഫോണ് ചൂടാവുന്നതിന് ഒരു കുറവുമില്ല. ഫോണ് പതച്ചു തുടങ്ങി. നോക്കുമ്പോൾ ഫ്ലാഷും കത്താണ്ടായി എന്ന് പറഞ്ഞിട്ട് മെസ്സേജും വരുന്നു. വാട്ട് ഈസ് ദിസ്? പ്രകൃതി രമണീയമായ സ്ഥലം. ആ യാദകൃഷ്ണ ഗാന്ധിജി അപ്പൂപ്പൻ, ദേവതകൃഷ്ണ ഗാന്ധിജി അപ്പൂപ്പൻ വിത്ത് മമ്മി. എന്താ വടിയെടുത്ത് കറക്കുന്നു? നമ്മൾ അന്ന് ഷോർട്സ് എടുത്ത സ്ഥലത്ത് വീണ്ടും എത്തിയിട്ടുണ്ട്. ആദ്യം നമ്മൾ അവിടെ ഷോർട്സ് എടുത്തിട്ട് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ മഴ കുറഞ്ഞു. അപ്പം അയ്യോ മഴ പറഞ്ഞു. ഇപ്പോൾ പോയാലേ മഴ കുറഞ്ഞ സമയത്ത് വന്ന് നോക്കുന്ന സമയത്ത് ഇവിടുത്തെ വെള്ളം പറ്റി. അപ്പോൾ വീണ്ടും ഇവിടെ വെള്ളം കയറ്റിണ്ടേ. 3 ദിവസമല്ല, ഒരു മാസം, ഒരാഴ്ച 2 ആഴ്ച ഒരു മരണ മഴയാണ്. എന്താ അറിയില്ല, കുറേ സ്ഥലത്ത് വെള്ളം കയറ്റിയിട്ടുണ്ട്. നാട്ടിലും വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ നാട്ടിലൊരിക്കൽ പോയി നോക്കണം. പിന്നെ നേരെ ഇങ്ങോട്ട് വന്ന് വീട്ടിലന്ന് കറണ്ടും ഇല്ല, വെറുതെ ഇരിക്കാനും പറ്റില്ല, ഫോണിൽ ചാർജും തീരും. ഏറ്റവും ബെറ്റർ ഇങ്ങോട്ട് വരുന്നതായിരിക്കും. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നു. പോകാൻ പറ്റില്ല. ഫുൾ മഞ്ഞപ്പൂവലായിട്ട് ഭയങ്കര രസമുണ്ട്. ഗൈസ് പോസ്റ്റ് ആ പറഞ്ഞില്ലേ തേങ്ങേൻ്റെ സംഭവം പറയുന്നത്. വേണ്ട, രണ്ടാൾ തേങ്ങ നോക്കലാം. തെങ്ങിൻ്റെ മുകളിൽ തേങ്ങ നോക്കലാം. കണ്ടോ, ഒരാൾ ആടിനെ സൂം ചെയ്ത് നോക്കലാം. കണ്ടാ, ഇഷ്ടം പോലെ തെങ്ങുണ്ട്. കണ്ടാ, ചുറ്റുപാട് തെങ്ങോ, തെങ്ങ് തെങ്ങ് തെങ്ങ്. എല്ലാ തെങ്ങിനും തേങ്ങയുണ്ട് അല്ലേ? ഇല്ല ഇല്ല. കുടിക്കണ്ട, നടക്ക്. ഇവനാണ് നേരത്തെ മറ്റേ കൾപ്രിറ്റ്. പൈസ LP സ്കൂള്. ഇതാണ് അവസ്ഥ. ഇത് മറ്റേ ബാഹുബലിയില് രാജമാത ശിവകാമി ദേവി എടുത്ത് പൊക്കിയ പോലെയുണ്ട്.
ആടാ കുളത്തുനിന്നല്ല മഴ പെയ്ത വെള്ളം ചന്ദ്രാടെ വീട് എന്തിനാ സോപ്പിട്ടൊരു കുളത്തിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. കോളം അവിടെ തന്നെ ഉണ്ട്. അതാ എത്തി അതാ അതിന്റെ അപ്പുറത്ത് തന്നെ ഉണ്ട് കോളം. അതിന്റെ അപ്പുറത്ത് പോണ്ട 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 പോണം. എബൌട്ടാണ് എബൌട്ടാണ്. അപ്പുറത്ത് വെള്ളമുണ്ട് ഇപ്പുറത്ത് വെള്ളമുണ്ട് പറഞ്ഞിട്ട് ഓരോ സ്ഥലത്തും കൊണ്ടുപോയി. എൻ്റെ സ്കൂളിൽ പോകുന്ന വയ്യ ഇതേ. നീ റൂട്ടി സ്കൂളിൽ പോക്ക്. ആ പാലം കഴിഞ്ഞ സ്കൂളാന്ന് പറയുന്നത്. ഇത്ര കണ്ടിട്ട് പിടിച്ചോണ്ടു ഗായ്സ്. എങ്ങോട്ട് പോണേ? വീട്ടിലോട്ട് പോണ് ഗായ്സ്. പറ ഗായ്സ്. വേണ്ട വേണ്ട. നോക്കി നിൽക്കുന്ന അമ്മമ്മ. ഇതാ യാദവകൃഷ്ണൻ അവിടെ എത്തി. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. വാവ് എനർജി ചാർജ് ആയല്ലേ. ദേവതകൃഷ്ണൻ ഒന്നുകൂടെ ചാർജ് ആയി വെള്ളത്തിലടക്കുമ്പോഴേക്ക്. ഓ കേട്ടാ വെള്ളത്തിലിടുമ്പോ ഇങ്ങനെ കാണും. സെറ്റപ്പ് കേട്ടാ. പോയ സമയത്ത് ഇങ്ങയുടെ പണിയത് ബൊക്ക പൂ ബൊക്ക. ഈ പൂനെന്താ പറയാ? ഇതാ ഇതാണ് ആ മാജിക് അല്ല. നമ്മളെ മാജിക് അല്ലയോ സ്വന്തം. ചളിവെള്ളത്തിൽ ഇട്ടാന്ന് വരില്ല മേനെ. ആ അപ്പുറത്ത് അപ്പുറത്ത് ഇല്ല ഇല്ല ഇനിയിപ്പോ ഒന്നുമില്ല. ഞാൻ മറ്റന്നാള് മറ്റന്നാള് പറഞ്ഞ മറ്റന്നാള് ഞാൻ ഏവാ നീ എന്റെ മുമ്പിലൂടെ പോവാൻ. ആ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ പറിച്ച ഇല സിൽവർ കളർ വരുമോ എന്നുള്ള പരീക്ഷണത്തിലാണ് നമ്മൾ. അപ്പോൾ ഫസ്റ്റ് അല്ലല്ല ഒരു മിനിറ്റ് നോക്ക്. ഇല്ല അതോട്ടെ ഫസ്റ്റ് നോക്ക്. കണ്ടാ വരുന്നണ്ടാ. നീ വെള്ളത്തിൽ മുക്കി നോക്ക്. അതിന് ഒരു മാറ്റമില്ല. എല്ലാം താളലിയാണ്. ഓക്കെ താളലി ഇങ്ങനെ കാണുന്നാന്ന് പറയുന്നു. എനിക്കറിയില്ല. ഞാൻ പെട്ടെന്ന് വെള്ളത്തിനുള്ളിൽ ഇങ്ങനെ പൊന്തിക്കുന്നുണ്ട് സിൽവർ എത്തുന്ന വെച്ചാൽ ഞാനും വിചാരിച്ച് എന്തോ വെറൈറ്റി ഇല്ലല്ലേ. ബട്ട് അല്ല താളലിയാണ്. പരിഷ്കാരി പച്ച പരിഷ്കാരി ആരെ പാട്ടറിയാ? ആരെയാ? നിനക്കറിയാ? ആരെയാ? സംഭവം കണ്ട് കാണിച്ചു തരാം. സുഖമായി ഉറങ്ങുന്ന പശു. വാവ് കണ്ട് മതി. അതിന്റെ സന്തോഷമാണ്. ഇല്ലെങ്കിൽ ബിരിയാണി വെക്കാൻ പോലും മടിക്കൂല. ഇതാണ് അവസ്ഥ. എല്ലാരുടെ വീട്ടിലും ഇങ്ങനെ തന്നെയായിരിക്കും. പാർട്ടിക്കാരില്ല. അങ്ങനെ പറമ്പൊക്കെ എക്സ്പ്ലോർ ചെയ്ത് വെള്ളമൊക്കെ കയറുന്നുണ്ട്. നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. ഇതാണ് യാദവകൃഷ്ണ അല്ല ദേവകൃഷ്ണ. ജസ്റ്റ് നമുക്കിനി ഒരു ചായയെല്ലാം കുടിച്ച് വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ചായ കുടിച്ചു തരാം. അപ്പോൾ നമ്മൾ പുറത്തെല്ലാം പോയി ചായയെല്ലാം കുടിച്ച് ഇനി നേരെ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് അടിക്കാണ്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ ബൈ ബൈ ബൈ.